രണ്ടാമത്തെ ചാപ്റ്ററാണ് സർക്കിൾസ്. അതിൽ ആദ്യത്തെ സെക്ഷൻ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾസ്. നോക്കൂ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ സർക്കിളിൻ്റെ അങ്ങറ്റവും ഇങ്ങറ്റവും ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. അപ്പോൾ ഇതൊരു സെമി സർക്കിളായി കഴിഞ്ഞു. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഡയാമീറ്റർ വരച്ച് കഴിഞ്ഞാൽ എന്താണിത്, സെമി സർക്കിളായി കഴിഞ്ഞു. ഓക്കെ, സെമി സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദു കോഡ് വരയ്ക്കുകയാണെങ്കിൽ, സെമി സർക്കിളിലെ ഏതെങ്കിലും ബിന്ദുവിൽ കൂടി കോഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് PQR. സെമി സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാനിങ്ങനെ കോഡ് വരച്ച് യോജിപ്പിച്ചു. നമുക്കവിടെ റൈറ്റ് ആംഗിളാണ് കിട്ടുന്നത്. അതായത് 90 ഡിഗ്രി ആംഗിൾ. നോക്കൂ, ഇവിടെ നോക്കൂ, സെമി സർക്കിളിൻ്റെ ഇൻസൈഡിൽ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, കോഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രിയുടെ ആംഗിളാണ് അവിടെ ഫോം ആവുന്നത്. ഇവിടെ നോക്കൂ, ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ, അതായത് പോയിൻ്റ് ഔട്ട്സൈഡ് ദ സെമി സർക്കിളിൽ നിന്ന് നമ്മളിങ്ങനെ രണ്ട് കോഡ് വരച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലെസ് ദാൻ 90 ഡിഗ്രിയുടെ ആംഗിൾ, അതായത് റൈറ്റ് ആംഗിളിൽ നിന്നും കുറവുള്ള ഒരു ആംഗിളാണ് ഇവിടെ കിട്ടുന്നത്. ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിളാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കൂ, സെമി സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി, സെമി സർക്കിളിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി നമ്മൾ കോഡ് വരച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കവിടെ 90 ഡിഗ്രി ആംഗിൾ ലഭിക്കും. ഇനി സെമി സർക്കിളിൻ്റെ ഇൻസൈഡിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ കോഡ് വരച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മോർ ദാൻ 90 ഡിഗ്രിയുടെ ഒരു ആംഗിൾ ലഭിക്കും. ഇനി സെമി സർക്കിളിൻ്റെ ഔട്ട്സൈഡിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ പോയിന്റിൽ നിന്ന് കോഡ് വരച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലെസ് ദാൻ 90 ഡിഗ്രിയുടെ ഒരു ആംഗിളും ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻ നമ്പർ 1 അതിലേക്കൊന്ന് പോവുക. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം side of the triangles in the picture as a diameter. Whether the top corner of each triangle is inside circle or on the circle and outside the circle. അതായത് 3 ആംഗിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം നമ്മുടെ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അതിൻ്റെ ബോട്ടം സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബോട്ടം ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ബോട്ടത്തിൽ വെച്ചുകൊണ്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന ഈ ആംഗിള് 90 ഡിഗ്രി ആംഗിളായിരിക്കും. ഇതിലൂടെ ടച്ച് ചെയ്താണ് നമ്മുടെ സെമി സർക്കിൾ കടന്നു പോകുന്നത്. ഇത് 90 ഡിഗ്രി ആംഗിളായിരിക്കും. അതിന് മുകളിലുള്ളത്, ടോപ്പിലുള്ളത്, അതായത് ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ എന്തായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത് ഇൻസൈഡ് ദ സർക്കിൾ, അതായത് ആംഗിൾ ഇൻസൈഡ് ദ സർക്കിൾ എബോവ് ദ 90 ഡിഗ്രി ആയിരിക്കും.